നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് മൊഡ്യൂളാണ്. മൊഡ്യൂളിൻ്റെ പേര് ട്രൈബൽ സൊസൈറ്റി ഇൻ ഇന്ത്യ. ഈ മൊഡ്യൂളിൽ 4 സബ് തീമാണുള്ളത്. ഒന്ന് ഹിസ്റ്ററി ഓഫ് ട്രൈബ്സ്, ഇന്ത്യൻ ട്രൈബ്, ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ്. രണ്ടാമത്തെ ഇൻറ്റഗ്രേഷൻ ഓഫ് ദ ട്രൈബൽ വിത്ത് നോൺ ട്രൈബൽ, ട്രൈബ് കാസ്റ്റ് കോണ്ടിനം. മൂന്നാമത്തെ ട്രൈബൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ. നാലാമത്തത് അപ്രോച്ചസ്, പ്ലാനിങ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ ട്രൈബൽ ഡെവലപ്മെൻറ്റ്. ഇത്രയാണ് നാലാമത്തെ മൊഡ്യൂളിൽ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ സബ് തീം എടുക്കുകയാണെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ട്രൈബ്സ്, ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ്. ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ ആർ കൺസിഡേർഡ് ടു ബി ദ ഏർലിയസ്റ്റ് ഇൻഹാബിറ്റൻസ് ഓഫ് ദ കൺട്രി. നമുക്കറിയില്ല, ആദിവാസി വിഭാഗം എന്ന് പറയുന്നത് ഭൂമിയിൽ ആദ്യമായിട്ട് വസിക്കുന്ന ആളുകളായിട്ട് കണക്കാക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ വിളിക്കുന്നത് ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന പേരിലാണ്. ഗിരിജനങ്ങൾ എന്നും നമ്മൾ ആദിവാസി വിഭാഗത്തെ വിളിക്കാറുണ്ട്. പിന്നെ വേറൊരു ടേമാണ് ഇൻഡിജിനസ് പോപ്പുലേഷൻ. ആദിവാസി, ഇൻ വിച്ച് ആദി മീൻസ് ഫസ്റ്റ് ഓർ ഏർലിയസ്റ്റ്, വാസീസ് മീൻസ് ദ റെസിഡൻസ്. ആദിവാസി മീൻസ് ഏർലിയസ്റ്റ് ഇൻഹബിറ്റൻസ് ഓഫ് ദ എർത്ത്. ഭൂമിയിൽ ആദ്യമായിട്ട് ഇൻഹബിറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ് വിളിക്കുന്നത് ആദിവാസികൾ എന്ന് വിളിക്കുന്നത്. ട്രൈബ് are a group of people. They are living in common territory, claims that derived from a common ancestor, and believe in common religion which is different from the religion of non-tribes. ഒരു കൂട്ടം ആളുകളാണ്, ഒരു കോമൺ ടെറിട്ടറി. ടെറിട്ടറി എപ്പോഴും ഉണ്ടാവും. നമ്മളെപ്പോഴും ഒരു കമ്മ്യൂണിറ്റി പറയാറുണ്ട്, ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് പറയാറുണ്ട്. നമ്മൾ കമ്മ്യൂണിറ്റി എന്ന സോഷ്യോളജിക്കൽ കൺസെപ്റ്റിൻ്റെ ബേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു വി ഫീലിംഗ് ഉള്ള കൂട്ടമാണ് കമ്മ്യൂണിറ്റി എന്ന്. വി ഫീലിംഗ് ഉണ്ടായിരിക്കും, അവരൊരു ടെറിട്ടോറിയലി ടെറിട്ടോറി അവർക്ക് ഉണ്ടായിരിക്കും. അത്തരം ഗ്രൂപ്പാണ് കമ്മ്യൂണിറ്റി. അതുപോലെ ട്രൈബ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വസിക്കുന്ന ആളുകളാണ്. ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ടെന്ന് ബിലീവ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ട്രൈബ് എന്ന് പറയുന്നത്. ബിലീവ് ഇൻ കോമൺ റിലീജിയൻ, ഒരു പൊതു മതം അവർക്കുണ്ട് എന്നാണ് പറയുന്നത്. വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം റീജിയൻ ഓഫ് നോൺ ട്രൈബ്സ്. മറ്റു മതത്തിന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഗ്രൂപ്പ് ഓഫ് ഒരു പ്രത്യേകത മതവിശ്വാസമാണ് ട്രൈബിനുള്ളത്. അപ്പോൾ ഓരോ ട്രൈബിലും ഓരോ രീതിയിൽ വ്യത്യാസം ഉണ്ടാവുക. ചില ആളുകൾ മരത്തിനായിരിക്കും ആരാധിക്കുന്നത്, ചില ആൾ നാച്ചുറൽ ഫോഴ്സിനെ ആരാധിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഡിഫറെൻറ്റ് വിശ്വാസങ്ങളാണ് എന്തുള്ള ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിക്കുള്ളത്. പക്ഷേ നമുക്കിന്ന് കാണുന്ന ട്രൈബ് എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ പറയാറുള്ള മറ്റൊരു ഡിഫറൻഷനാണ്, അവർ ഐസൊലേറ്റഡ് ആണ്. ട്രൈബ്സ് ആർ ഐസൊലേറ്റഡ്, ജോഗ്രഫിക്കൽ ഐസൊലേറ്റഡ് ആണ്. ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകളാണ്. സ്പെഷ്യൽ ഡയലക്റ്റുള്ള ആളുകളാണ്. ഒരു പ്രത്യേക ഭാഷ, ട്രൈബൽ ലാംഗ്വേജുള്ള ആളുകളാണ്. പ്രത്യേക കൾച്ചറുള്ള ആളുകളാണ്. സാംസ്കാരികപരമായ പ്രത്യേക രീതി കൈക്കൊള്ളുന്ന ആളുകളാണ് ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഈ പറഞ്ഞു വെച്ച് ട്രൈബൊക്കെ ഇപ്പോൾ ഒരു മാറിയിട്ടുണ്ട്. അതൊരു കാലം ട്രൈബ് അങ്ങനെയായിരുന്നു. ഇപ്പം നമുക്കറിയാം, ട്രൈബൽ കമ്മ്യൂണിറ്റികൾ മറ്റ് കമ്മ്യൂണിറ്റികളിൽ ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വയനാട് അല്ലെങ്കിൽ ഇടുക്കി പോലെയുള്ള പാലക്കാട് പോലെയുള്ള ജില്ലകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ട്രൈബൽ കമ്മ്യൂണിറ്റി കാണാൻ സാധിക്കും. പക്ഷേ ഇവർ ഇവിടെയൊന്നും ജീവിക്കുന്നത് ഫുള്ളി ജോഗ്രഫിക്കൽ ഐസൊലേറ്റഡ് ആയിട്ടല്ല ജീവിക്കുന്നത്. അവരെന്താണ്, മറ്റ് ജനങ്ങളുമായിട്ട്, കാസ്റ്റുമായിട്ടും റിലീജിയനുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്ത് ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചേഞ്ചസ് ഇപ്പോൾ നമ്മൾ ട്രൈബിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കാണുന്നത് ഈ മൊഡ്യൂളിൽ നമ്മൾ മറ്റൊരു ഭാഗത്ത് ചേഞ്ചിങ് ആസ്പെക്റ്റ് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ട്രൈബ്സിൻ്റെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വിധേയമായിരിക്കുന്നത് ട്രൈബ്സ്. അപ്പോൾ നമുക്ക് വയനാട് വൺ ഓഫ് ദ മോസ്റ്റ് ട്രൈബൽ പോപ്പുലേഷൻ ജില്ലയാണ് ഇന്ത്യയിലത്, ഈ കേരളത്തിലത്. അപ്പോൾ അത്തരം ഒരു ജില്ലയിൽ തന്നെ ഒരുപാട് ട്രൈബൽ കമ്മ്യൂണിറ്റി ഉണ്ട്. അവർ തന്നെ വ്യത്യസ്തമായിട്ട് ഭാഷകളുണ്ടെങ്കിൽ പോലും കോമൺ ആയിട്ട് അവർ മലയാളം സംസാരിക്കുന്ന ആളുകളാണുള്ളത്. അല്ലെങ്കിൽ കുറേ ആളുകൾക്ക് എന്താണ്, കാസ്റ്റിൻ്റെ പല ഫീച്ചേഴ്സ് അവർ കാണാൻ സാധിക്കും. ഹിന്ദുവൈസേഷൻ സംഭവിച്ച ഒരു കൂട്ടം ആളുകളായിട്ട് നമുക്ക് ട്രൈബിനെ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറൽ എൻറ്റിറ്റി ഉള്ള ട്രൈബൽ കമ്മ്യൂണിറ്റി ഇപ്പോൾ എന്താണ്, ഒരു വൈഡർ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ മലയാളം സ്പീക്കിംഗ് ചെയ്യുന്ന ആളുകളുടെ ഒരു കൾച്ചറിലേക്ക്, ആ സിവിലൈസേഷൻ ഭാഗത്തേക്ക് അവർ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷെഡ്യൂൾ ട്രൈബ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 366 പ്രകാരം ഡിഫൈൻ ഷെഡ്യൂൾ ട്രൈബ് ആസ് സച്ച് ട്രൈബ്സ് ഓർ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഓർ പാർട്ട് ഓഫ് എ or group
within such tribes or tribal communities are deemed under Article 340 to be scheduled tribes for the purpose of this constitution. ആർട്ടിക്കിൾ 32 അണ്ടറിൽ ഡീം ചെയ്തിരിക്കുന്ന കമ്മ്യൂണിറ്റികൾ അവരെന്ത് വിളിക്കുന്നു? ഷെഡ്യൂൾ ട്രൈബ് എന്ന് വിളിക്കുന്നു. ഷെഡ്യൂൾ ചെയ്യപ്പെട്ട ട്രൈബുകൾ, പട്ടികയിൽ ഉൾപ്പെട്ട ആളുകൾ, ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട ആളുകൾ, പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആളുകൾ. ഒരുപാട് കമ്മ്യൂണിറ്റി ഇപ്പോൾ ട്രൈബാന്ന് പറഞ്ഞ് മുന്നോട്ട് വരാറുണ്ട്. കാസ്റ്റ് ആണെങ്കിലും OBC സ്റ്റാറ്റസിന് ബാധിക്കുന്ന കാസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊരു മറ്റൊരു പൊളിറ്റിക്സാണ്. റിസർവേഷന് വേണ്ടിയുള്ള ശ്രമം നടക്കാറുണ്ട്. അപ്പോൾ അതിൽ മാറിയിട്ട് കൃത്യമായിട്ടും ട്രൈബൽ കാറ്റഗറി ആണെന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന കുറേ കൂട്ടം ട്രൈബൽ കമ്മ്യൂണിറ്റികളുണ്ട്. അവരെയാണ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, ബ്രിട്ടീഷ് ഭരണത്തിന് സമയത്ത് തന്നെ ട്രൈബ്സിന് ഒരുപാട് രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ട്രൈബൽ കമ്മ്യൂണിറ്റികളാണ്. ഇന്ത്യയിൽ പല ഭാഗത്തും നമുക്ക് ഒരുപാട് ട്രൈബൽ മൂവ്മെൻറ്റ് നടന്ന സമയമാണ് ഈ ബ്രിട്ടീഷ് കാലഘട്ടം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത്രയും മാത്രം ട്രൈബ്സിനെ എന്ത് ചെയ്യുന്നത് ബ്രിട്ടീഷേഴ്സ് അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമായ ആളുകളാണ് ട്രൈബ് എന്ന് പറയുന്നത്. ലാൻഡ് അലീനേഷൻ വൺ ഓഫ് ദ മേജർ റീസൺ ആണ്. ബ്രിട്ടീഷേഴ്സ് ട്രൈബ്സിൻ്റെ ഭൂമിയിലേക്ക് വരികയും അവിടെ ടീ പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ കോഫി പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുകയും അതുവഴി ജീവിത മാർഗമായിരുന്ന അവർ കൃഷിയൊക്കെ നശിക്കുകയും ചെയ്തതോടുകൂടി എന്ത് ചെയ്യാണ്, ട്രൈബ്സിന് ജീവിക്കാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് മാറുക. ആ സമയത്താണ് പല മൂവ്മെൻറ്റുകൾ നമുക്ക് ഇന്ത്യയിൽ കാണുന്നത്, ട്രൈബൽ മൂവ്മെൻറ്റുകൾ. ഇന്ത്യയിൽ ട്രൈബൽ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ 3 ഫേസ് ആയിട്ടൊക്കെ തിരിക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷ് പീരീഡ് കാലഘട്ടത്തിൽ തന്നെ, ഇൻഡിപെൻഡൻസ് സമയം വരെയുള്ള കാലഘട്ടം, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന രീതിയിൽ നമുക്ക് ഒരു വിശാലമായിട്ടൊരു ഡിവിഷൻ അതിലുണ്ട്. നമ്മൾ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്ന ഡിസ്കഷനിലേക്കൊന്നും തന്നെ ട്രൈബൽ മൂവ്മെൻറ്റിൻ്റെ അത്രയും ഡീറ്റെയിൽ പറയാൻ വേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ബ്രിട്ടീഷേഴ്സ് ഈ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രൈബൽ മേഖലയിൽ വന്നുകൊണ്ട് അവരെ സാധാരണ നിലയിലുള്ള കാർഷിക വൃത്തിയും അല്ലെങ്കിൽ ഫോറസ്റ്റ് കളക്ഷനൊക്കെ നിന്ന് പോകുന്ന സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ. പിന്നീട് സംഭവിച്ചത് അവരെ കൾച്ചറൽ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൾച്ചറലി മീൻസ് ബ്രിട്ടീഷേഴ്സിൻ്റെ കൾച്ചറുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം കൊണ്ട് ഇതാണ് ആ രീതിയിലുള്ള കൾച്ചറുകൾ ട്രൈബിൻ്റെ മോൾ അടിച്ചേൽപ്പിക്കുന്ന നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്തിട്ട് ട്രൈബിനെ വലിയ രീതിയിൽ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെതിരെ പലപ്പോഴും ട്രൈബ്സ് പടപൊരുത്താൻ തയ്യാറായിട്ടുണ്ടായിരുന്നു. ലാൻഡ് അലീനേഷൻ, ഭൂമി ഇല്ലാത്ത അവസ്ഥ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ട്രൈബൽ കമ്മ്യൂണിറ്റി മുന്നോട്ട് അവരുടെ മുന്നിൽ വന്ന ഒരു പ്രധാന വിഷയമായിട്ടാണ് കാണുന്നത്, ഭൂമിയില്ലാത്ത പ്രശ്നം. In 1833, some part of Chotanagpur declared as non-regulated area. ഗവൺമെൻറ് അങ്ങനെ ഒരു 1833 ആ രീതിയിലൊരു ഡിക്ലറേഷൻ കൊണ്ടുവരികയുണ്ടായി, നോൺ റെഗുലേറ്റഡ് ഏരിയ ആയിട്ട്. 1874 the British passed Scheduled Area Regulation Act ഇൻഡിപെൻഡൻസ്. നമുക്ക് ഈ രീതിയിൽ പല നിയമങ്ങളും ട്രൈബൽ മേഖലയിലേക്ക് എളുപ്പത്തിൽ അഡ്മിനിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയിട്ടൊക്കെ തന്നെ പലപ്പോഴും ബ്രിട്ടീഷേഴ്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് സമയത്ത് നടപടികൾ നടന്നിട്ടുണ്ടായിരുന്നു. The Constitution of Order 1950 declared 212 tribal located in 14 states as scheduled tribes. 214 ട്രൈബിനെ ലൊക്കേറ്റ് ചെയ്യപ്പെട്ടു 14 സ്റ്റേറ്റുകളായി അവർ ഷെഡ്യൂൾ ട്രൈബായിട്ട് പ്രഖ്യാപിക്കേണ്ടായി 1950. പക്ഷേ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ 700-ൽ പരം ട്രൈബൽ കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യയിൽ. The people who have been listed in the Constitution and mentioned in successive presidential order are called scheduled tribe. Majority of them live in rural areas and are engaged in agriculture and allied activities. ഗ്രാമങ്ങളിൽ വസിക്കുന്ന ആളുകളായിട്ട് അവർ അഗ്രികൾച്ചർ ബന്ധപ്പെട്ട അനുബന്ധ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ, ആനിമൽ ഹസ്ബൻഡറി ആവാം. അപ്പോൾ ഈ രീതിയിലുള്ളൊരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് നമുക്ക് ട്രൈബിനെ കാണാൻ സാധിക്കുന്നത്. ഫോറസ്റ്റുമായിട്ട് വളരെ അടുത്ത് താമസിക്കുന്ന ആളുകൾ, ഫോറസ്റ്റിൽ വസിക്കുന്ന ആളുകൾ, ഫോറസ്റ്റിലുള്ള കായികനികളും അവിടുത്തെ ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ വേട്ടയാടി ജീവിക്കുന്ന ആളുകൾ, ഹണി കളക്ട് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയൊക്കെ എന്താണ് ട്രൈബൽ കമ്മ്യൂണിറ്റി നമുക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കും. ഷെഡ്യൂൾഡ് ട്രൈബ് പോപ്പുലേഷൻ ഈസ് 140.2 million, which is 80.6% of the total population of India, according to Census 2011. 104.2 മില്യൺ
ആണ് ട്രൈബൽ പോപ്പുലേഷൻ അക്കോർഡിംഗ് ടു 2011 സെൻസസ്. ഇപ്പോൾ ഒരുപാട് 10 വർഷം വീണ്ടും കഴിയും. അപ്പോൾ ഒരുപാട് നമ്പർ വീണ്ടും കൂടിയിട്ടുണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 8.6% ആണ് എന്തില്ലേ ഇന്ത്യൻ മൊത്തം പോപ്പുലേഷൻ ട്രൈബൽ പോപ്പുലേഷൻ്റെ പെർസെൻറ്റേജ് വരുന്നത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒറീസ, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, കർണാടക ആർ ദ സ്റ്റേറ്റ് ഹാവിങ് എ ലാർജ് നമ്പർ ഓഫ് എസ് ടി പോപ്പുലേഷൻ. അപ്പോൾ ഇന്ത്യയിലെ മൊത്തം പോപ്പുലേഷൻ്റെ വലിയ ശതമാനവും ഉള്ളത് എവിടെയാണ്? ഇത്രയും സ്റ്റേറ്റുകളിലാണ്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ സെക്സ് റേഷ്യോ നോക്കുകയാണെങ്കിൽ ട്രൈബ്സിൻ്റെ സെക്സ് റേഷ്യോ 990 ആണ്. 100 പുരുഷന്മാർക്ക് 990 സ്ത്രീകൾ ഉണ്ട് എന്നാണ് പറയുന്നത് കണക്ക് പ്രകാരം. അപ്പോൾ എന്ന് പറയുന്ന സമയത്ത് രാജ്യത്തിൻ്റെ സെക്സ് റേഷ്യോയെക്കാട്ടും ഉയർന്ന സെക്സ് റേഷ്യോ നിലനിർത്തുന്ന കൂട്ടരായിട്ടാണ് നമുക്ക് ട്രൈബിനെ കാണുന്നത്. ഇൻഫാന്റ് മോർട്ടൽ റേറ്റ് എമംഗ് ദ എസ് ടി ചിൽഡ്രൻ ഈസ് 62.1, വിച്ച് ആർ 57 ഫോർ ദ അതർ സോഷ്യൽ ഗ്രൂപ്പ്സ്. The child mortality rate among the tribe is 35.8, which are much higher than the other social group. That means 80.4%. അപ്പോൾ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ശിശു മരണനിരക്ക് നോക്കുന്ന സമയത്ത് 62.1 കാണിക്കുന്നത്. അതേസമയത്ത് അതർ സോഷ്യൽ ഗ്രൂപ്പിൻ്റെ 57 കാണിക്കുന്നത്. ചൈൽഡ് മോർട്ടൽ റേറ്റ് ആണെങ്കിലോ ട്രൈബ്സിൻ്റെ 35.8 ആണെങ്കിൽ അതിനേക്കാൾ ഹയർ ആണ് അതർ സോഷ്യൽ ഗ്രൂപ്പിൻ്റെത്. According to the 2011 census, scheduled tribe population in Kerala is around 484,839. എന്ന് പറയുന്നത് ഇന്ത്യൻ പോപ്പുലേഷൻ 1.5 ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ കാണുന്നുണ്ട്. സോറി, കേരള പോപ്പുലേഷൻ 1.5 പോപ്പുലേഷൻ എന്ത് കാണുന്നുണ്ട്? ട്രൈബൽ പോപ്പുലേഷൻ കാണുന്നത്. വയനാട് ഈസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ട്രൈബൽസ്. ഇടുക്കി, ദെൻ പാലക്കാട്, ദെൻ കാസർഗോഡ്, ദെൻ കണ്ണൂർ ഡിസ്ട്രിക്ട്. പണിയ ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ട്രൈബ് ഇൻ കേരള. പണിയ കമ്മ്യൂണിറ്റിയാണ് എന്ത് കേരളത്തിൽ ഏറ്റവും പോപ്പുലേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ആളുകളുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റി ആരാണ്? പണിയ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ കേരളത്തിലേക്കാണ് വയനാട്, അതുപോലെ തന്നെ ഇടുക്കി, പാലക്കാട്, കാസർഗോഡാണ് മേജറായിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റികൾ കാണുന്നത്. നമുക്കറിയാം ഈ ട്രൈബൽ കമ്മ്യൂണിറ്റി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മിനിസ്ട്രി നിലനിൽക്കുന്നുണ്ട്, ഒരു മന്ത്രാലയം തന്നെ ഉണ്ട് അല്ലേ, സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ്. ദ റെസ്പോൺസിബിൾ ഫോർ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ ഇന്ത്യ. ഷെഡ്യൂൾ ട്രൈബിൻ്റെ മൊത്തത്തിലുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു വിങ് ആയിട്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു മിനിസ്ട്രി ആയിട്ടാണ് നിലകൊള്ളുന്നത്. 1999 നിലവിൽ വരികയും സെറ്റപ്പ് ഇൻ 1999 എന്ന് പറയുന്നത്. അത് മിനിസ്ട്രി സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് എന്ന് എന്തുന്നത് ബഫർക്കേഷ് സംഭവിച്ചിട്ടാണ് ഈ പുതിയൊരു മിനിസ്ട്രി ഉണ്ടായിരിക്കുന്നത്. ഒരു കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് ആൻഡ് ഇൻറ്റിഗ്രേറ്റഡ് സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഷെഡ്യൂൾ ട്രൈബ്സ്. കുറച്ചുകൂടി ഈ ഷെഡ്യൂൾ ട്രൈബ്സിനെ കുറച്ച് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രത്യേക മന്ത്രാലയമായിട്ട് മാറ്റിയതും കുറച്ചുകൂടി ഇൻറ്റഗ്രേറ്റഡ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു പ്രത്യേക മിനിസ്ട്രി തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഗുഹ എന്ന ചിന്തകൻ ഇന്ത്യൻ ട്രൈബിനെ 3 റേഷ്യൽ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പറയുന്നത് പ്രോട്ടോ ആസ്ട്രോയിഡ്സ് ആണ്, രണ്ടാമതേം പറയുന്നത് മംഗളോയിഡ് ആണ്, മൂന്നാമതേം പറയുന്നത് നിഗ്രറ്റോ ആണ്. പ്രോട്ടോ ആസ്ട്രോയിഡ് എന്ന് പറയുന്നത് ഡാർക്ക് സ്കിന്നായിട്ടുള്ള സൺകൺ നോസ് ആയിട്ടുള്ള ലോവർ ഫോർഹെഡ് ഉള്ള ഒരു കൂട്ടം ആളുകൾ. എക്സാമ്പിൾ ഗോണ്ട്, മധ്യപ്രദേശിലാണ് ഗോണ്ട് എന്ന സമുദായം. മുണ്ട ചോട്ടാ നാഗ്പൂരിലുള്ള ബീഹാറിലെ ഹോ എന്ന വിഭാഗം. ഇവരൊക്കെ പ്രോട്ടോ ആസ്ട്രോയിഡ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റി. അടുത്തത് മംഗളോയിഡാണ്. ലൈറ്റ് സ്കിന്നാണ് അവരത്. ഹെഡ് ഓഫ് ദി ഫേസ് ആർ ബ്രോഡാണ്. ദ നോസ് ബ്രിഡ്ജ് ഈസ് വെരി ലോ ആൻഡ് ദെയർ ഐസ് ആർ സ്ലാറ്റിംഗ് വിത്ത് എ ഫോൾഡ് ഓൺ ദ അപ്പർ ഐലിഡ്. സെൻട്രൽ ഹിമാലയയിലുള്ള ബോട്ടിയ, അരുണാചൽ പ്രദേശ് വാച്ചു, നാഗാലാൻഡ് നാഗ, മേഘാലയ കാശി. ഇത്രയും കമ്മ്യൂണിറ്റി എന്താണ് ഒരു മംഗളോയിഡ് വേർഷൻ. നമുക്കറിയാം ചൈനീസ് മുഖ ചായയുള്ള ആളുകൾ, ടിബറ്റൻ ഭാഗത്ത്, നേപ്പാൾ ഭാഗത്തൊക്കെയുള്ള കമ്മ്യൂണിറ്റികളൊക്കെ എന്താണ് ഈ ഒരു മംഗളോയിഡ് വിഭാഗത്തിൽപ്പെട്ട ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. മറ്റൊന്നാണ് നെഗ്രിറ്റോ. ഡാർക്ക് സ്കിന്നാണ് അവരത്. റൗണ്ട് ഹെഡാണ്, ബ്രോഡ് നോസാണ്,
ഫിസിൽ ഹെയർ കേരളത്തിലെ കാടർ വിഭാഗം, ഒങ്കിൻ ആൻഡമാനിലെ വിഭാഗം, ജർവ ആൻഡമാൻ ഐലൻഡ്സിലെ വിഭാഗം, ഇവരൊക്കെ എന്താണ് നെഗ്രിറ്റോ വിഭാഗത്തിൽപ്പെടുന്ന കൂട്ടം ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. അപ്പം ഗുഹ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ റേഷ്യൽ ഗ്രൂപ്പ്സ് എന്ന രീതിയിൽ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി മറ്റൊരു പ്രധാന ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇൻറ്റഗ്രേഷൻ ട്രൈബൽ വിത്ത് ദ നോൺ ട്രൈബൽസ്, അല്ലെങ്കിൽ അവിടെ നിന്ന് കാണാൻ ഒരു ട്രൈബ് കാസ്റ്റ് കണ്ടിന്യൂ എന്ന കൺസെപ്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ജോഗ്രഫിക്കൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റ് കമ്മ്യൂണിറ്റിയുമായിട്ടുള്ളൊരു സഹവാസം അല്ലെങ്കിൽ സഹവർത്തിത്വം നമുക്ക് കാണുന്നുണ്ട്. അതുവഴി ഒരുപാട് എക്സ്ചേഞ്ച് നടന്നിട്ടുണ്ട്. കൾച്ചർ എക്സ്ചേഞ്ചുകൾ, അക്കൾച്ചറേഷൻ, ഡിഫ്യൂഷൻ, അസിമിലേഷൻ പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ട്രൈബ്സിന് ഒരുപാട് നോൺ ട്രൈബൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും വരികയുണ്ടായി പിൽക്കാലങ്ങളിൽ. അതുകൊണ്ടാണ് ഈ ഒരു തീം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇൻറ്റഗ്രേഷൻ, ട്രൈബൽസും നോൺ ട്രൈബലും ഇൻറ്റഗ്രേഷൻ സാധ്യമാകുന്നത് എങ്ങനെയാണ് ഇന്ത്യയിൽ? അവിടെ പുതിയ ടേം തന്നെ രൂപപ്പെടുന്നത് ട്രൈബ് കാസ്റ്റ് കണ്ടിന്യൂ. ഒരു തുടർച്ചയാണ്, ട്രൈബ് കാസ്റ്റ് തുടർച്ചയായിട്ടാണ് ഇവിടെ കാണുന്നത്. ട്രൈബ് ഒരു പ്രത്യേക എൻറ്റിറ്റി ആയിട്ട് നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ ട്രൈബ് എന്താണ് ഒരു കാസ്റ്റിലേക്കുള്ളൊരു ഒരു ട്രാൻസ്മിഷൻ ഘട്ടത്തിലാണ് എന്നാണ് പറയുന്നത്. നമുക്കൊരു കാസ്റ്റ് എന്ന് പറയുന്നതാണ് ഒരു ഇന്ത്യൻ സോഷ്യൽ സെക്ഷൻ്റെ ഒരു പെക്യുലർ ഫീച്ചറാണ് അത്, അല്ലേ? കാസ്റ്റ് ജാതിപരമായിട്ടുള്ള സൊസൈറ്റിയാണ്, ജാതി വ്യവസ്ഥ, കാസ്റ്റ് സിസ്റ്റം ഇവിടെ ഉണ്ട്. നമുക്കറിയാം കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നതാണ് ബേസ്ഡ് ഓൺ വർണ്ണയാണ്. വർണ്ണ എന്ന് പറയുന്ന സമയത്ത് നിറമാണത്. നിറമനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജാതികളെ ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന രീതിയിൽ 4 ശ്രേണി തെളിച്ചിട്ടുണ്ട്. ഇതിൽ പെടാത്തൊരു കൂട്ടരാണ് അൺടച്ചബിൾസ് എന്നൊരു വിഭാഗം. അപ്പം ഈ രീതിയിലുള്ളൊരു കാസ്റ്റ് സിസ്റ്റം നിലകൊള്ളുന്ന ഒരു സൊസൈറ്റിയിലാണ് എന്ത് ട്രൈബിനെ പറ്റി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതുമാത്രം കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദു സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനമാണ്. ഹിന്ദു മിത്തോളജിയിലൊക്കെ പറയുന്ന ഒരു ബ്രാഹ്മണിക്കൽ ഐഡിയോളജി പരമായിട്ടുള്ള വർണ്ണ മോഡൽ ആശ്രിതമായി ജീവിക്കുന്ന ഒരു വിഭാഗമായിട്ട് കാസ്റ്റിനെ അടയാളപ്പെടുത്തുന്നത്. അതിൽ ബ്രാഹ്മണാണ് ടോപ്പ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം M.N. ശ്രീനിവാസൻ നാളെ പറഞ്ഞെങ്കിൽ ഡോമിൻ കാസ്റ്റ് എന്ന ഫീച്ചർ അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് എന്താണ്, ഡോമിൻ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന കാസ്റ്റിന് എക്കണോമിക്കലി, ന്യൂമറിക്കലി, എഡ്യൂക്കേഷനിലൊക്കെ ഒരു പവർ കിട്ടുന്നതോടുകൂടി അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ആ കാസ്റ്റ് പ്രാപ്തമാവുകയും അവിടെയുള്ള മറ്റ് ഡോമിനൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഈ ബ്രാഹ്മൺ കമ്മ്യൂണിറ്റികൾ ഈ കമ്മ്യൂണിറ്റി കീഴിൽ വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ സ്റ്റഡി പറയുന്നത് രാംപുര വില്ലേജ് ആണ്, അത് പറയുന്നത് കർണാടക ഭാഗത്താണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മൾ ടെക്സ്റ്റൽ അല്ലെങ്കിൽ മിത്തോളജിക്കൽ പരമായിട്ട് നോക്കുമ്പോൾ അത് ബ്രാഹ്മണിക്കൽ ഐഡിയോളജി എന്ന് പറയുന്ന സമയത്ത് ഫീൽഡിൽ അല്ലെങ്കിൽ നമ്മൾ സ്ട്രക്ചർ ഓഫ് കൾച്ചർ അപ്രോച്ച് പറയുന്ന അല്ലെങ്കിൽ ഫീൽഡ് ബേസ്ഡ് സ്റ്റഡികൾ കാണുന്ന എന്താണത്, അങ്ങനെയല്ല കാണുന്നത്. മറ്റ് ഡൈനാമിക്സുകൾ നമുക്ക് ഇന്ത്യൻ കാസ്റ്റസ് കാണാൻ സാധിക്കും. അവിടെയാണ് ഈ രീതിയിലുള്ള ഡോമൻ കാസ്റ്റ് ഒരു പ്രതിഭാസം നമ്മൾ കാണുന്നത്. മറ്റൊന്ന് സാൻസ്ക്രിറ്റൈസേഷൻ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് M.N. ശ്രീനിവാസ്. അത് അദ്ദേഹം പറയുന്നത് വെച്ചാൽ താഴേക്കുള്ള കമ്മ്യൂണിറ്റി എന്ത് ചെയ്യാണ്, മുകളിലെ കമ്മ്യൂണിറ്റികളുടെ കൾച്ചറൽ പ്രാക്ടീസുകൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ചില റിച്വൽസ് ഫോളോ ചെയ്യുന്നു. കല്യാണത്തിൻ്റെ രീതികളാവാം, അല്ലേ? കല്യാണത്തിൽ ആരൊക്കെയാണോ ആ വേദിയിൽ ഉണ്ടായിരിക്കേണ്ടതാവാം, അതിൻ്റെ വേഷഭൂഷാദികളാവാം, ചടങ്ങുകളാവാം, ഒക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ മറ്റ് കമ്മ്യൂണിറ്റി, നമ്മൾ ഹയർ എന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിറ്റിയെ നമ്മൾ ഫോളോ ചെയ്യുന്നു. അല്ലെങ്കിൽ മീറ്റ് കഴിക്കാതിരിക്കുന്ന ആളുകൾ, മത്സ്യം കഴിക്കാതിരിക്കുന്ന രീതികൾ, അതുപോലെ തന്നെ ടോടി ഉപയോഗിക്കാത്ത കമ്മ്യൂണിറ്റികൾ, ഈ രീതിയിലൊക്കെയുള്ള പല റിച്വൽ പ്യൂരിറ്റി നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു താഴേക്കുള്ള കാസ്റ്റ് മുകളിലേക്ക് പോകുന്നു എന്നൊരു ഐഡിയ, ഒരു കോൺഷ്യസ്നസ് കാസ്റ്റിനെ രൂപപ്പെടുക. അതിനെ സാൻസ്ക്രിറ്റൈസേഷൻ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്, സാൻസ്ക്രിറ്റൈസേഷൻ. നമുക്കറിയാം ലൂയിസ് ഡ്യൂമോണ്ട് പറഞ്ഞിരിക്കുന്ന കാസ്റ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് പ്യൂരിറ്റി പൊല്യൂഷൻ ബേസ്ഡ് ആണ്. സൊസൈറ്റി ഇന്ത്യയിലെ കാസ്റ്റ് എന്ന് പറയുന്നത് പ്യുവർ ഇംപ്യൂർ 2 കോൺസെപ്റ്റ് ആണ് നിലകൊള്ളുന്നതെന്ന് പറയുന്നത്. ടോപ്പ് മോസ്റ്റ് കാസ്റ്റുകൾ അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ കാസ്റ്റുകൾ പ്യൂറായിട്ടും താഴേക്കുള്ള കാസ്റ്റുകൾ പ്യൂരിറ്റിയിൽ കുറഞ്ഞു വരുന്നത് ആണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മളെ കേരളത്തിൽ പോലും വലിയ രീതിയിലുള്ള ജാതീയപരമായിട്ടുള്ള വിവേചനം ഉണ്ടായിരുന്നത്. ജാതീയപരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മയൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ നമുക്ക് ആ രീതിയിലുള്ള സൊസൈറ്റിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞു വന്നത്
ഇത്രയും കാസ്റ്റിൻ്റെ ഒരു വ്യവസ്ഥ നിലനിൽക്കുന്ന ഇന്ത്യ എന്ന സമൂഹത്തിൽ ആ കാസ്റ്റ് എന്നത് ഒരു ഹിന്ദു മിത്തോളജിക്ക് ആസ്പദമായിട്ടുള്ള ഒരു കാസ്റ്റ് വ്യവസ്ഥയാവുകയും അതൊരു ഡിവിഷൻ ഓഫ് ലേബർ അല്ലെങ്കിൽ കാസ്റ്റ് ബേസ്ഡ് ഒക്യുപ്പേഷനും പിന്നെ ആരൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കരുത്, ആരൊക്കെ മാരേജ് ചെയ്യരുത് എന്നൊക്കെയുള്ള നിയമങ്ങൾ, ഒരുപാട് റൂൾസ് റെഗുലേഷൻസ് ഉള്ള കാസ്റ്റ് സിസ്റ്റത്തിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ട്രൈബൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ കാസ്റ്റിനെക്കാട്ടും പുറത്തായി നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ കാണുന്നത് അവിടെ. അല്ലെങ്കിൽ വളരെ ബാക്ക്വേർഡായി കിടക്കുന്ന കമ്മ്യൂണിറ്റിയാണ് ട്രൈബിനെ കാണുന്നത്. അപ്പോൾ ട്രൈബ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ കാസ്റ്റിൻ്റെ ഫീച്ചേഴ്സുകൾ അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ റിച്വൽസ് ഒക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയും അതുവഴി ഒരു സാൻസ്ക്രിറ്റൈസേഷൻ പ്രക്രിയയിലേക്ക് അവരും ഭാഗമാവുകയും ചെയ്യുന്നതായിട്ട് പല ചിന്തകന്മാരും പറയുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ട്രൈബ് കാസ്റ്റ് കണ്ടിന്യൂ നിലകൊള്ളുന്നത്. നമ്മൾ പറഞ്ഞ ട്രൈബ് എന്ന് പറയുന്നത് ഒരു ജോഗ്രഫിയിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്, ഡിസ്റ്റിങ്ക്റ്റ് കൾച്ചറാണ്, അവർക്ക് സെപ്പറേറ്റ് ലാംഗ്വേജ് ഉണ്ട്, ടെറിട്ടറി ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ, ഹണ്ടിങ് ആൻഡ് ഗേദറിംഗ് ഒക്കെയുള്ള സൊസൈറ്റി എന്ന് പറയുന്ന സമയത്ത് തന്നെ അങ്ങനെയല്ല, അവർ ഈ രീതിയിലുള്ള കാസ്റ്റിൻ്റെ എലമെൻറ്റുകൾ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്ന അല്ല അത്തരം സൂചനകൾ അടയാളപ്പെടുത്തുന്ന ചിന്തകന്മാർ നമ്മുടെ മുന്നിൽ ഉണ്ട്. അപ്പോൾ ആ ഒരു നോട്ടത്തിൽ മനസ്സിലാവുന്നത് ട്രൈബ് എന്നത് ട്രൈബായിട്ട് നിൽക്കുകയല്ല, ട്രൈബ് എന്നത് കാസ്റ്റിലേക്കുള്ളൊരു യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത്. ട്രൈബ് കാസ്റ്റിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണുള്ളത്. അവിടെയാണ് ട്രൈബ് കാസ്റ്റ് കണ്ടിന്യൂ എന്നൊരു ടേമിൻ്റെ ഒരു ആ ഒരു പദപ്രയോഗം അവിടെ, ആ കൺസെപ്റ്റ് അവിടെ ഒരു അതിനൊരു എന്ത് കിട്ടുന്നത്, ഒരു സ്ട്രോങ് എവിഡൻസ് കിട്ടുന്നത്. ആൻഡ് ഫോളോ certain rules, restriction on feeding, restriction on occupation choice and restriction on marriage. അത് കാസ്റ്റിൻ്റെ ഫീച്ചേഴ്സ് ആണ്. The concept of continuum was initially coined by Robert Redfield in the work of the folk culture of Yucatan. അപ്പോൾ ഈ ഒരു ബുക്കിൽ അദ്ദേഹം പറയുന്നത് ഫോക്ക് അർബൻ കണ്ടിന്യൂത്തെ പറ്റിയാണ്. ഫോക്ക് കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്നു, അർബൻ കമ്മ്യൂണിറ്റി ആയിട്ട് പരിണമിക്കുന്ന ഒരു കാഴ്ച, അല്ലെ ഫോക്ക് അർബൻ എന്നതിലൊരു കണ്ടിന്യൂ അദ്ദേഹം പറയുക ചെയ്യുന്നത്. അദ്ദേഹം പെസൻസ് സൊസൈറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള കണ്ടിന്യൂ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന റോബർട്ട് റെഡ്ഫീൽഡാണ്. അത് പിന്നീട് കാസ്റ്റിൻ്റെ ട്രൈബൽ കാസ്റ്റിൽ വരുന്നത് മറ്റൊരു ചിന്തകനിലൂടെയാണ്. ട്രൈബൽ കാസ്റ്റ് കണ്ടിന്യൂ മീൻസ് ട്രാൻസ്ഫോർമേഷൻ ട്രൈബൽ ഗ്രൂപ്പ് ഇൻറ്റു എ കാസ്റ്റ് ഗ്രൂപ്പ്. F.G. Bailey will study Konth and Oria political system used this concept. അപ്പോൾ ഈ ട്രൈബൽ കാസ്റ്റ് കണ്ടിന്യൂ കൺസെപ്റ്റ് വെച്ച് F.G. Bailey എന്ത് ചെയ്തിട്ടുണ്ട്, കോന്ത് ആൻഡ് ഓറിയ രണ്ട് കമ്മ്യൂണിറ്റി വരെ പഠിക്കുന്നുണ്ട്. വി വ്യൂ കാസ്റ്റ് ആൻഡ് ട്രൈബ് ആസ് എ ഓപ്പോസിറ്റ് എൻഡ്സ് ഓഫ് സിംഗിൾ ലൈൻ. ഒരു ചെറിയ ലൈനായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ട്രൈബും റൈറ്റ് സൈഡിൽ കാസ്റ്റും സങ്കല്പിക്കാന്നിരിക്കുക. രണ്ട് ഓപ്പോസിറ്റ് എൻഡുകളിൽ ലൈനിൻ്റെ കാണിക്കുകയാണ്. At different point along the line, the particular societies may be located according to their proximity to either organic caste model or a segmented tribal model. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു വശത്ത് ട്രൈബിനെ ഒരു വശത്ത് കാസ്റ്റിനെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ എവിടെയോ ആണ് ഇപ്പോൾ ട്രൈബ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ട്രൈബൽ എലമെൻറ്റ് മാത്രമായിട്ടല്ല കിടക്കുന്നത്, കൃത്യമായിട്ട് കാസ്റ്റ് എലമെൻറ്റ് മാത്രമല്ല, അതിൽ മിക്സ് ആയിട്ട് കിടക്കുന്നത്. അല്ലെങ്കിൽ ട്രൈബിൻ്റെ സെഗ്മെൻ്ററി ട്രൈബൽ മോഡലിൽ നിന്ന് മാറിയിട്ട് കാസ്റ്റിൻ്റെ ഓർഗാനിക് മോഡലിലേക്ക് ഉള്ള യാത്രയായിട്ട് നമുക്ക് കാണുന്നത്. Bailey labeled Oria caste society as organic and tribal Konth society as segmentary. കാസ്റ്റ് സൊസൈറ്റി ഒരു ഓർഗാനിക് ആയിട്ടും അദ്ദേഹത്തിൻ്റെ കോന്ത് സൊസൈറ്റി സെഗ്മെൻ്റ് ആയിട്ട് അറിയപ്പെടുന്നുണ്ട്. എ ട്രൈബ് ക്യാൻ എൻ്റർ ദ ഹിന്ദു സൊസൈറ്റി ബൈ അഡോപ്റ്റിംഗ് ദ ക്ലാൻ ആൻഡ് നെയിം ഓഫ് ദ കാസ്റ്റ്. ഇത് പ്രധാനപ്പെട്ട വലിയ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ഈ ട്രൈബിനോട് നമ്മൾ മതം എന്ന് പലപ്പോഴും ഹിന്ദു എന്ന് പറയാറുണ്ട്. ശരിക്കും ട്രൈബിന് മതമുണ്ടോ എന്നൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോർത്ത് ഈസ്റ്റ് പോയി കഴിഞ്ഞാൽ അവിടെ ട്രൈബ് ഉണ്ട്, പക്ഷെ അവർ ക്രിസ്ത്യാനിറ്റിയാണ് മിക്കവാറും ആളുകൾ, എല്ലാവരും അല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ ബ്രിട്ടീഷേഴ്സ് വന്ന സമയത്ത് അവിടെ മിഷണറി പ്രവർത്തനം കൂടി നടന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ മിഷണറിമാർ വന്നിട്ടുണ്ട് അവിടെ. അവർ ക്രിസ്തീയ ദേവാലയങ്ങൾ പണിതിട്ടുണ്ട്. അവർ ക്രിസ്തു മതത്തിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ ക്രിസ്ത്യാനിറ്റി ആ മേഖല വളരാൻ അത് കാരണമാകുന്നുണ്ട്. അതേസമയത്ത് കേരളത്തിലൊക്കെ ആണെങ്കിൽ മറ്റു സ്ഥലങ്ങളാണെങ്കിലോ ഹിന്ദു എന്നൊരു കമ്മ്യൂണിറ്റിയിലേക്കാണ് പലപ്പോഴും ട്രൈബിൻ്റെ ഒരു യാത്ര. അപ്പോൾ എങ്ങനെ ട്രൈബ് എങ്ങനെ ഹിന്ദു ആവുന്നത്? നമുക്കിനി ട്രൈബ് ഹിന്ദു എന്ന് പറയാൻ പറ്റും. എങ്ങനെയാണ് ട്രൈബിന് ഹിന്ദു ആകാൻ പറ്റുമോ? ഹിന്ദു എന്നൊരു പ്രശ്നം വരാൻ പറ്റുമോ? അത് വലിയൊരു പ്രധാനപ്പെട്ട ചോദ്യം ആണ്. Some tribes managed to settle down the
peripheries of village, accept menial jobs from caste Hindus, and eventually get in the Hindu fold. അല്ലേ? വില്ലേജിൻ്റെ ചില പെരിഫറികളിലൊക്കെ ജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുറത്തൊക്കെ ജീവിച്ചുകൊണ്ട് ഹിന്ദുസിൻ്റെ കൂടെ മറ്റ് ജോലികൾ ഏർപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹിന്ദു ഫോൾഡിലേക്ക് വരാൻ വേണ്ടി ട്രൈബ് ശ്രമിക്കാറുണ്ട്. Members of the tribal group may adopt the surnames of Goth or Grotha of a caste and also marry into the caste. ട്രൈബ്സ് എന്ത് ചെയ്യാറുണ്ട്, ട്രൈബൽ ഗ്രൂപ്പ് എന്ത് ചെയ്യാറുണ്ട്, ഗോത്രങ്ങളുടെ സർനെയിം അഡോപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗോത്രങ്ങൾ അഡോപ്റ്റ് ചെയ്യുക, ഒരു മറ്റ് ജാതികളുടെ ഗോത്രങ്ങളോ സർനെയിമോ അഡോപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ മേരി മറ്റ് വിഭാഗങ്ങളെ കല്യാണം കഴിക്കുന്നൊരു അവസ്ഥ. ഇതൊക്കെ എന്താണ്, ട്രൈബ് കാസ്റ്റ് കൊണ്ടുവരുന്ന ചില എക്സാമ്പിളായിട്ട് കാണാൻ സാധിക്കും. ട്രൈബ് വെൻ എൻ്റർ ദ കാസ്റ്റ് ഫോർ ലോസ് ദർ ഐഡൻറ്റിറ്റി. ഇങ്ങനെ ട്രൈബ് എന്ത് ചെയ്യുന്നു, കാസ്റ്റിൻ്റെ റോളിലേക്ക് അല്ലെങ്കിൽ കാസ്റ്റ് ഫോളിലേക്ക് എൻ്റർ ചെയ്യുന്നതോടുകൂടി ട്രൈബിൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. The tribe caste countries in India may be viewed as part of the general process of acculturation. അപ്പോൾ ഈ അക്കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രൈബ് കാസ്റ്റ് കോൺട്രീസ് ഇന്ത്യയിൽ നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്, പഠിക്കാൻ ശ്രമിക്കുന്നത്. മെജോറിറ്റി ട്രൈബൽ പീപ്പിൾ ഹാവ് ബീൻ ക്യാരക്ടറൈസ്ഡ് ഹിന്ദുവൈസ്ഡ് വിത്തൗട്ട് ബീങ് ഹിന്ദുസ്. ഞാൻ പറഞ്ഞാൽ തന്നെ ഹിന്ദുവൈസ്ഡ് അല്ലാതെ, ഹിന്ദുസ് അല്ലാതെ തന്നെ എന്ത് ചെയ്യുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റി ഹിന്ദുവൈസ്ഡ് ആയിട്ട് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ കാണിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പല രീതിയിലുള്ള പ്രക്രിയയിലൂടെ കാസ്റ്റിൻ്റെ ഫീച്ചേഴ്സ് ഫോളോ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യുന്ന റിച്വൽ പ്രാക്ടീസ് ഫോളോ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാണ്, ഹിന്ദുസിൻ്റെ പല ട്രെയ്റ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്, ട്രൈബ്സും അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, അവരും ഒരു ഹിന്ദു ആണെന്നത് പ്രഖ്യാപിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പം കാര്യങ്ങൾ വരുന്നത്. ഇപ്പോഴത്തെ ഈ പെർട്ടിക്കുലർ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ എന്താണ് ഇതിനൊരു വലിയ പ്രാധാന്യമുണ്ട്. എപ്പോഴൊരു മെജോറിറ്റി സ്റ്റേറ്റിന് വേണ്ടി വാദിക്കുന്ന ഒരു ഗവൺമെൻറ് നിലകൊള്ളുന്ന സമയത്ത് തന്നെ ആ രീതിയിലുള്ളൊരു പൊളിറ്റിക്കലായിട്ടുള്ള അജണ്ടയും നടപ്പിലാക്കപ്പെടുന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. In India, according to Sachidananda, in India, however, most of the group, which are how regarded as the tribal, have been in contact with the Hindu society for many centuries past. Directly or indirectly, they have imbibed influence from Hinduism. അപ്പോൾ ഇങ്ങനെ ഒരു ഹിന്ദുസുമായിട്ടുള്ള ട്രൈബൽ സൊസൈറ്റിയുടെ കോണ്ടാക്ട് എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങളുണ്ടായതല്ല, സെഞ്ച്വറീസിൻ്റെ എൻ്റെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. നേരിട്ടോ അല്ലാതെയോ ആവാം എന്ത് ചെയ്യുന്നുണ്ട്, ഹിന്ദുസിൻ്റെ പല ട്രേറ്റുകളും അവർ ഇംബൈബ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് സച്ചിദാനന്ദ വാക്കുകളിൽ. അതുകൊണ്ട് മൈക്കൽ യോർക്ക് പറഞ്ഞത് ഗോണ്ട്, കോളം ആൻഡ് നൈക്പോഡ് ആർ ബേസിക്കലി ഇക്വാലന്റ് ട്രൈബ്സ് though separate. The equivalence is affected by the fact that the Naikpad can now be marginally included in the Telugu caste ideology and can claim greater ritual purity by not eating beef and pork. അപ്പോൾ നൈക്പാഡ് എന്നൊരു കാറ്റഗറി എന്ത് ചെയ്യുന്നുണ്ട്, തെലുഗു കാസ്റ്റ് ഐഡിയോളജിക്ക് മാറിയിട്ടുണ്ട്. അതോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവർ ബീഫ് കഴിക്കുന്നതും പോർക്ക് കഴിക്കുന്നതൊക്കെ ഒഴിവാക്കിയിട്ട്. നമുക്കറിയാം ട്രൈബ് പലപ്പോഴും എന്താണ്, ഹണ്ടേഴ്സ് ഗേദേഴ്സൊക്കെയാണ്, ഹണ്ട് ചെയ്യുന്ന വിഭാഗമാണ്. അപ്പോൾ ആ സമയത്ത് കാട്ടിൽ ലഭ്യമായിരുന്ന പോർക്കിനെയും അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളെയും ഭക്ഷിക്കുന്ന കൂട്ടരായിരുന്ന ആളുകൾ പിന്നീട് ഈ ഒരു റിച്വൽ പ്രാക്ടീസിന് വേണ്ടി എന്താണ് ഇത്തരത്തിലുള്ള ഭക്ഷണശീലങ്ങൾ മാറ്റുന്നത് കാണാൻ സാധിക്കും. The tribe caste situation in Bihar in the interesting. Out of total population of 42,40,000 and 770 enumerated as belong to fold of scheduled tribe. As many as 30,30,195 reported their religion to be Hinduism. 42 ലക്ഷം ട്രൈബിൽ 30,000 ട്രൈബ് റിപ്പോർട്ട് ചെയ്യുന്നത് അവർ മതം ഹിന്ദുസ് ആയിട്ടാണ്. അപ്പോൾ അതൊരു ഞെട്ടിപ്പിക്കുന്നൊരു വിവരമാണ്. എങ്ങനെയാണ് ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റി ആളുകൾ അവർ ബോൺ അല്ലെങ്കിൽ അസ്ക്രൈബ്ഡ് ആയി കിട്ടുന്ന സ്റ്റാറ്റസ് മതമല്ല, ഹിന്ദു മതം അല്ലാതിരിക്കുകയും അവർക്ക് മതം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അവർ ഹിന്ദു എന്നൊരു ഐഡിയോളജിയിലേക്ക് അല്ലെങ്കിൽ ഹിന്ദു എന്നൊരു മതത്തിലേക്ക് അവരെങ്ങനെ വരുന്നുള്ളത് ഒരു വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്വസ്റ്റ്യനാണ്. D.N. Majumdar, another thinker, according to D.N. Majumdar, the transformation of tribal group into a group in the greater Hindu society with a distinct position in the caste hierarchy may come about with any occupation specialization within the group or by groups as a whole.
It will also be shown that admission into the caste hierarchy has been achieved entirely through the process of Sanskritization. അപ്പോൾ ചിലപ്പോൾ ഒക്യുപ്പേഷൻ സ്പെഷ്യലിസ്റ്റ് കൂടെ എന്ത് ചെയ്യാറുണ്ട്, ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ഹോൾ ഗ്രൂപ്പിന് എന്ത് ചെയ്യാറുണ്ട്, ഒരു കാസ്റ്റിൻ്റെ ഇതിലേക്ക് ബന്ധം കാണാൻ സാധിക്കും. ഒക്യുപ്പേഷനാണ് കാസ്റ്റ് പലപ്പോഴും ഇത് ബേസ് ആയിട്ട് നമ്മൾ നിൽക്കുന്നത് അല്ലേ. ഒരു പ്രീസ്റ്റ് ആണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ചാൻറ്റിങ് മന്ത്രാസും പൂജാകർമ്മങ്ങളൊക്കെയാണ്. ഒരാൾ ആർട്ടിസൻസ് ആണ്, ഒരാൾ പോട്ട് മേക്കറാണ്, അദ്ദേഹം ഒരു കുമ്പാര കാസ്റ്റ് ആവുന്നു. അങ്ങനെ ഓരോ കാസ്റ്റിനും ഒരു പ്രത്യേക ജോലി നമ്മൾ കൊടുത്തിട്ടുണ്ട് സമൂഹത്തിൽ. അപ്പോൾ ഈ രീതിയിൽ സ്പെഷ്യലൈസേഷൻ ഏതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന ക്രമേണ ആ ട്രൈബൽ ഗ്രൂപ്പും ഒരു കാസ്റ്റായിട്ട് മാറി അതൊരു ഹിന്ദുവൈസേഷൻ്റെ ഭാഗമായിട്ട് അവർ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ സാൻസ്ക്രിറ്റൈസ് എന്ന പ്രോസസ്സ് ഒരു ഹയർ കാസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് ചെയ്യുന്നൊരു ജോലി അല്ലെങ്കിൽ അത് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഒരു സാൻസ്ക്രിറ്റൈസ് പ്രോസസ്സിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹിന്ദുവൈസേഷൻ അല്ലെങ്കിൽ ഒരു കാസ്റ്റിലേക്കുള്ളൊരു കാൽവെപ്പ് പലപ്പോഴും ട്രൈബ് നടത്താറുണ്ട്. പീപ്പിൾ ആർ അഡോപ്റ്റഡ് ടു ദ ഡോമിനൻറ്റ് ട്രെൻഡ്സ് വിസിബിൾ ഇൻ ദ സൊസൈറ്റി ഇൻ വിച്ച് ദേ പാർട്ടിസിപ്പേറ്റ്. പ്രധാനപ്പെട്ട ഒരു നോട്ടാണ്. ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ ആ സമൂഹത്തിൽ ഡോമിനൻറ്റ് ട്രെൻഡ് നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കാം, ഈ മോഡേൺ സൊസൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ ഡ്രസ് പാറ്റേണുകൾ അല്ലേ, ഡ്രസ് പാറ്റേൺ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ മോഡേൺ ഡ്രസ് വരുന്നത് പലപ്പോഴും അത് ഓൺലൈൻ മാർക്കറ്റ് വഴിയായിരിക്കും അല്ലെങ്കിൽ ഓൺലൈൻ സോഷ്യൽ മീഡിയ ആയിരിക്കും. നമുക്കിപ്പോൾ ഈസിലി ആയിട്ട് മറ്റ് രാജ്യത്തെയൊക്കെ ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഫാഷനൊക്കെ നമ്മൾ ഫോളോ ചെയ്യും. അതുപോലെ തന്നെ പലപ്പോഴും ഈ കാസ്റ്റുകളാണെങ്കിൽ പോലും ട്രൈബാണെങ്കിൽ പോലും ഡോമിനൻറ്റ് ട്രെൻഡിനെ അവർ ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുവഴി എന്താണ് കാസ്റ്റിനുള്ള ഒരു സ്റ്റാറ്റസിലേക്ക് എത്തണമെങ്കിൽ തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്ത് ചെയ്യണം, ആ രീതിയിലേക്ക് റിച്വലി പ്യൂരിഫൈ ആകുന്ന കാര്യങ്ങളായിരിക്കണം. പ്യൂരിറ്റി ആണ് ഇതിൻ്റെ ആധാരം മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലൊരു ഈ തട്ടിൽ മുകളിലേക്ക് കയറാൻ വേണ്ടി ശ്രമം പലപ്പോഴും ട്രൈബ് നടത്താറുണ്ട്. ദ പ്രോസസ് ഹിന്ദുവൈസേഷൻ, സാൻസ്ക്രിറ്റൈസേഷൻ. സോ ദീസ് ആർ ടു ഇമ്പോർട്ടൻറ്റ് ടേംസ് ഇൻ ദ ഡിസ്കോഴ്സ് ഓഫ് ട്രൈബ്സ്. അല്ലെ ഹിന്ദുവൈസേഷൻ സംഭവിക്കുന്നത്, ഹിന്ദുവൈസേഷൻ അല്ലെങ്കിൽ ഹിന്ദു ആവുന്ന ഒരു പ്രക്രിയ നടക്കുന്നത്. അതുപോലെ തന്നെ സാൻസ്ക്രിറ്റൈസേഷൻ. ദ കാസ്റ്റ് ഹierarchy ഡിറ്റർമൈൻഡ് ബൈ ദ ഓണർഷിപ്പ് ഓഫ് ലാൻഡ്, പൊസഷൻ ഓഫ് വെൽത്ത് ആൻഡ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് റാങ്ക് ഇൻ ദ ട്രൈബൽ സ്ട്രക്ചർ. കാസ്റ്റ് hierarchy മനസ്സിലാക്കുന്നതാണ് ഓണർഷിപ്പ് ഓഫ് ലാൻഡ് ആവാം, വെൽത്തിൻ്റെ പൊസിഷൻ ആവാം, മുൻപ് ഇപ്പോഴുള്ള ട്രൈബൽ സ്ട്രക്ചറിൻ്റെ ആവാം. അതെ, പണ്ട് അവർ ചെയ്തിരുന്ന ജോലികളാവാം, ഇപ്പോൾ ചെയ്യുന്ന ജോലിയാവാം, അവർ ഭക്ഷണത്തിൻ്റെ വഴി കണ്ടെത്തുന്ന മാർഗങ്ങളാവാം. ഹണ്ടേഴ്സ് ഗേദേഴ്സാണ്, ഇപ്പോൾ അഗ്രികൾച്ചർ ലേബേഴ്സ് ആവാം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളാവാം. റിച്വൽ വന്ന മാറ്റങ്ങളാവാം. Tribes in Bihar and Jharkhand adopted the Hindu faith. For example, Bhumij, Kherwar, Chero, Gond, etc. ഇത്തരം ട്രൈബൽ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഹിന്ദു ഫെയ്ത്ത് അഡോപ്റ്റ് ചെയ്ത ട്രൈബൽ ഗ്രൂപ്പാണ് ബീഹാർ ജാർഖണ്ഡ് മേഖലകളിൽ. ദേ റിറ്റെയിൻ ദിയർ ക്ലാൻ ആൻഡ് ടോട്ടംസ് ആൻഡ് സം എലമെൻറ്റ് ഓഫ് ദിയർ ട്രൈബൽ ബിലീഫ്. ചിലത് അവർ നിലനിർത്തിയിട്ടുണ്ട്, അവരെ ട്രൈബൽ എലമെൻറ്റുകൾ അവർ നിലനിർത്തിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ടോട്ടം ആവാം. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ പറയുന്നത് ട്രൈബൽ പ്രോബ്ലംസ് ആണ്. എന്തൊക്കെയാണ് ട്രൈബൽ നേരിടുന്ന പ്രശ്നങ്ങൾ ഇന്ത്യയിൽ? ഒന്നത് ജോഗ്രഫിക്കൽ ഐസൊലേഷനാണ്. ജോഗ്രഫിക്കലി ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് ജീവിക്കുക, കാടിൻ്റെ ഏരിയകളിൽ ജീവിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് അവർ ഡെവലപ്മെൻറ്റിൻ്റെ നമ്മൾ പറയുന്ന ഒരു പാതയിലേക്ക് അവരെത്തിക്കാൻ സഹായിക്കുന്നില്ല എന്നാണ്. ട്രൈബൽ ഡെവലപ്മെൻറ്റ് എന്നത് ഒരു വലിയൊരു ഡിസ്കഷൻ്റെ ഭാഗമാണ്. എന്താണെന്ന് വെച്ചാൽ അത് ഒരു ഡിബേറ്റബിൾ ടോപ്പിക്കുമാണ്. ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഏത് രീതിയിലായിരിക്കണം എന്നത്, ആരാണ് ഡെവലപ്മെൻറ്റിൽ മുന്നേറിയിരിക്കുന്നത്, നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും, അതിൻ്റെ ആധാരം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരങ്ങൾ അത്ര എളുപ്പമല്ല കിട്ടാൻ വേണ്ടിയിട്ട്. ഡെവലപ്മെൻറ്റ് എന്നത് നമ്മൾ കാണുന്ന ഈ ഒരു മെറ്റീരിയൽ പരമായിട്ട് ഡെവലപ്മെൻ്റ് ആണോ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കായിട്ടുള്ളൊരു ഒരു സാമൂഹികപരമായിട്ടുള്ള ഹാപ്പിനെസ്സിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഇൻഡെക്സ് ആണോ നോക്കേണ്ടതൊക്കെ ഒരു തർക്ക വിഷയമാണ്. സോഷ്യൽ പ്രോബ്ലം നോക്കാം എന്തൊക്കെയാണുള്ളത്. ചൈൽഡ് മാരേജ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ട്രൈബൽ മേഖലയിൽ. ഏർലി മാരേജുകൾ, പ്രായപൂർത്തിയാകുന്ന മുമ്പുള്ള മാരേജുകൾ, അതോടുകൂടി സ്കൂൾ പോർട്ടുകൾ,
ഹയർ എഡ്യൂക്കേഷൻ ഡ്രോപ്പ് ഔട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയായിട്ട് സംഭവിക്കാറുണ്ട്. ശിശു മരണങ്ങൾ, അൺമെയ്ഡ് മദേഴ്സിൻ്റെ എണ്ണം കൂടുതലുണ്ട്. മേരി ചെയ്യാത്ത അമ്മയാവുന്ന സ്ത്രീകൾ ഈ ട്രൈബ്സിനിടെ വളരെ അധികമാണ്. ഹോമിസൈഡുകൾ, വീട്ടിൽ നിന്നുള്ള ചില മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ബ്ലാക്ക് മേജിക്കുകൾ, ഇതൊക്കെ പ്രധാനപ്പെട്ട സോഷ്യൽ പ്രോബ്ലമാണ് ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ കാണുന്നത്. കൾച്ചറൽ പ്രോബ്ലമായിട്ട് ഹിന്ദുവൈസേഷൻ, ക്രിസ്ത്യനൈസേഷനൊക്കെ അവരുടെ മതമല്ലാതെ ഇരിക്കും, പക്ഷേ അവർ ആ മതത്തിനെ ഫോളോ ചെയ്യുന്നതായിട്ടുള്ളൊരു പ്രക്രിയ. ആ കൾച്ചർ പലപ്പോഴും പൊളിറ്റിക്കലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റു പലരും ശ്രമിക്കാറുള്ളത്. ഔട്ട്സൈഡേഴ്സ് ഇൻ്റർവെൻഷൻ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷേഴ്സ് വന്നതോടുകൂടിയാണ് ട്രൈബ്സിനെ വളരെയധികം എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ആ ഒരു കാലഘട്ടം മുതലേ എന്താണ് ഔട്ട്സൈഡേഴ്സ് ഇൻ്റർവെൻഷൻ ചെയ്യുന്നുണ്ട്. ഇവർ ട്രഡീഷണൽ കൾച്ചർ നശിക്കുന്നതിലേക്ക് കാരണമാകുന്നുണ്ട്. അവരെ ഡ്രസ്സിങ് ശീലങ്ങളാവാം, അവരെ ഫുഡ് കൾച്ചറാവാം, അവരെ പാട്ടാവാം, അവരെ കഥകളാവാം, ലാംഗ്വേജ് ആവാം. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രമേണ ഔട്ട്സൈഡേഴ്സിൻ്റെ ഇൻ്റർവെൻഷനോടുകൂടി പലപ്പോഴും ഡിസ്ട്രക്ട് ചെയ്യപ്പെടാറുണ്ട്. എക്കണോമിക് പ്രോബ്ലം നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ഓഫ് ദം ലിവ് ബിലോ പോവർട്ടി ലൈൻ. BPL കുടുംബങ്ങളാണ് മെജോറിറ്റി ആളുകളുള്ളത്. അവർ പ്രധാനപ്പെട്ട ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത്, ജീവന ഉപാധി എന്ന് പറയുന്നതാണ് അഗ്രികൾച്ചർ ആൻഡ് ഫോറസ്റ്റ് പ്രൊഡക്റ്റാണ് അല്ലേ. അഗ്രികൾച്ചർ, കാർഷിക വൃത്തി, ചിലപ്പം നെല്ലുൽപാദനമാവാം, അല്ലെങ്കിൽ ചോളമാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കൂട്ടരാവാം, ഏത്തവാഴ കൃഷിയാവാം. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് പങ്കെടുത്ത ആളുകളാണ് അതാണ് അവർ പ്രധാനപ്പെട്ട എക്കണോമിക് സോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഫോറസ്റ്റ് പ്രൊഡക്റ്റുകൾ കളക്ട് ചെയ്യുക, പ്രധാനമായിട്ട് ഹണി, തേനൊരു പ്രധാനപ്പെട്ടൊരു ഫോറസ്റ്റ് പ്രൊഡക്റ്റാണ്, അത് സെല്ല് ചെയ്യാറുണ്ട്. ഇപ്പോൾ VSS പറയുന്ന ഒരു ഫോറസ്റ്റും ട്രൈബ്സും ഒരുമിച്ച് ഒരു വിഭാഗമുണ്ട്, VSS എന്ന് പറയുന്നത് വനസംരക്ഷണ സമിതി. അപ്പോൾ അവിടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തേൻ കളക്കിയിട്ട് ആളുകൾ വിൽക്കുന്നുണ്ട്. വയനാട് ഭാഗത്തൊന്നും കാണാൻ സാധിക്കും അത്തരം എന്താണ് സൊസൈറ്റികൾ നമുക്ക് കാണാൻ സാധിക്കും, VSS എന്ന് പറയുന്ന പേരിലൊക്കെ ഉള്ള. അതൊരു ഒരു പ്രധാന ലീവ്ലിഹുഡ്, ജീവിതമാർഗത്തിൻ്റെ ഒരു ഉപാധിയാണ്. പിന്നെ മറ്റൊരു ഇപ്പോൾ കോംപ്ലക്സ് ഫോറസ്റ്റ് ലോ ഉണ്ട്, ഇവർ പലപ്പോഴും എക്കണോമിക്കലി ബാക്ക്വേർഡ് ആക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ലോ വന്നതോടുകൂടി മുൻപത്തെ രീതിയിൽ സാധാരണഗതിയിൽ ഈസി ആയിട്ട് ഫോറസ്റ്റ് പോയിട്ട് സാധനം കളക്ട് ചെയ്യാൻ ഇപ്പോൾ പറ്റാറില്ല. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്കണോമിക് പരമായിട്ട് ഇഷ്യൂസിലേക്ക് അവരെ കൊണ്ടുപോകുന്നുണ്ട്. മോഡേൺ അഗ്രികൾച്ചർ സിസ്റ്റം അല്ലേ, ടെക്നോളജിക്കലി അഡ്വാൻസ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ സിസ്റ്റത്തിനോട് കിടപിടിക്കാൻ എന്ത് പറ്റാറില്ല, പലപ്പോഴും ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ അഗ്രികൾച്ചർ സിസ്റ്റം പറ്റാറില്ല. അത് എക്കണോമിക് പ്രോബ്ലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഔട്ട്സൈഡേഴ്സ് എക്സ്പ്ലോയിറ്റേഷൻസുകൾ, ടീ പ്ലാന്റേഷൻ വർക്കേഴ്സ് വന്നതോടുകൂടി സംഭവിച്ച മാറ്റങ്ങൾ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും പലപ്പോഴും ഈ എക്കണോമിക് പ്രോബ്ലംസ് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ട്രൈബ്സിനെ പോവേർട്ടിലി തള്ളിയിട്ട് കാണാൻ സാധിക്കും. നമുക്കറിയാം സാന്താൾ റെബലിനെ കണ്ടിട്ടുണ്ടാവും അല്ലേ, സാന്താൾ റെബലിയൻ. സാന്താൾ എന്ന ട്രൈബൽ കമ്മ്യൂണിറ്റി ഒരു പെസൻറ്റുകളുമാണ്, കർഷകരാണ്. അവരെ സമരം നമ്മൾ കേട്ടിട്ടുണ്ട്, സാന്താൾ റെബലിയൻ. അതുപോലെ നക്സലൈറ്റ് മൂവ്മെൻറ്റ്, നക്സൽ ബാരി സമരം. അവിടെ നമ്മൾ കാണുന്നത് ഈ ട്രൈബൽ മേഖലകളിൽ എന്ത് ചെയ്യുന്നത്, ടീ പ്ലാന്റേഷൻ വർക്കേഴ്സ് വന്ന് ബന്ധപ്പെട്ട സമരങ്ങളൊക്കെയാണ്. അവരുടേതായ കൃഷി രീതി നഷ്ടപ്പെട്ടു, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ നഷ്ടപ്പെടുന്നു. അതിനെ ചൊല്ലിയുണ്ടാകുന്ന തർക്കങ്ങളാണ് ഇന്ന് പിന്നീട് വലിയ വലിയ കർഷക സമരങ്ങളിലേക്കും ട്രൈബൽ മൂവ്മെൻറ്റുകളിലേക്കും ആദിവാസി സമരങ്ങൾ നയിക്കുന്നത്. ആദിവാസി മുന്നേറ്റങ്ങളും അതുപോലെ തന്നെ കർഷക സമരങ്ങൾ നയിക്കുന്ന ഇത്തരത്തിലുള്ള ബേസിക്കായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ലൈവ്ലിഹുഡ് നഷ്ടപ്പെടുന്നതോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. Unemployment and underemployment are the another two economic problems of the tribes. And the land ownership.
പ്രോബ്ലം ഓഫ് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ. ഈ ഫോറസ്റ്റ് ലോ വന്നതോടുകൂടി തന്നെ എന്താണ് പലപ്പോഴും നമുക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ ലഭ്യത കുറവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സാനിറ്റേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ, കൃത്യമായിട്ടുള്ള സാനിറ്റൈസേഷൻ പ്രക്രിയ അവർക്ക് ഇല്ലാതെ പോകുന്ന പ്രശ്നങ്ങൾ, അൺഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻസിൽ കുട്ടികൾ വളരുന്നതും അതുമായി ബന്ധപ്പെട്ട മറ്റ് പല രോഗങ്ങൾക്ക് അവർക്ക് പിടിപെടുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ പ്രോബ്ലം നോക്കുകയാണെങ്കിൽ മോർ ദാൻ 80% ഓഫ് ദം ആർ ഇലിറ്ററേറ്റ്, നോ അർജന്റ് എഡ്യൂക്കേറ്റഡ് ചിൽഡ്രൻ. ആ കുട്ടികളെ വിദ്യാഭ്യാസവൽക്കരിക്കാനും വിദ്യാഭ്യാസ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞു കൊടുക്കാനും ഉള്ള ആളുകൾ അവിടെ ഇല്ല. ആ രീതിയിലുള്ളൊരു ഓറിയൻറ്റേഷൻ കിട്ടാറില്ല. പിന്നെ അവർക്ക് അവരുടെ ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളാണ് മിക്കവാറും ആളുകൾ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സാധാരണ സ്കൂളുകളിൽ പോയിട്ട് പഠിച്ച് ഉന്നതിയിലേക്ക് എത്താനുള്ള ആ ഒരു ലാംഗ്വേജ് വ്യത്യാസം പലപ്പോഴും ട്രൈബൽ കമ്മ്യൂണിറ്റിനെ ബാധിക്കാറുണ്ട്. അപ്പം അത് ഇൻഡിവിജ്വൽനെസ് ആണ്, കടക്കണിയാണ്. ഇപ്പോൾ ഒരു കൃഷി ഇറക്കാൻ അല്ലെങ്കിൽ ചെറിയ ആവശ്യം വേണ്ടിയിരുന്നാണ് പണം പലരോട് പലിശയ്ക്ക് വാങ്ങിയിട്ടുണ്ടാകും. എസ്പെഷ്യലി മണി ലെൻഡേഴ്സിൻ്റെ അല്ലെങ്കിൽ പലിശയ്ക്ക് കടക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാകും. ആ പണം തിരിച്ചടയ്ക്കാൻ പറ്റാതാവുകയും അത് ചിലപ്പം കടക്കണിയിലേക്ക്, പിന്നീട് അവരെ ഭൂമിയൊക്കെ ചിലപ്പം ജപ്തി ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ആരും ഒരു ഗവൺമെൻറ്റിൻ്റെ അറിവോടുകൂടി അല്ലാതെ തന്നെ പലപ്പോഴും ഭൂമി ചിലപ്പോൾ മറ്റാളുടെ ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റു പ്രശ്നമാണ് പോവേർട്ടി, പ്രധാന പ്രശ്നം സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു ഡെവലപ്മെൻറ്റ് പദ്ധതി വരുന്നതോടുകൂടി എന്ത് ചെയ്യുന്നു, ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആവുന്നു. ഡാം വരുന്നു, അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ വരുന്നു. ഇപ്പോൾ ഡാം വന്ന് നമ്മൾ കണ്ട നർമ്മദ ബച്ചാവോ ആന്തോളന സമയത്ത് തന്നെ ഒരുപാട് ഏക്കർ സ്ഥലമാണ് എന്ത് ചെയ്യുന്നത്, സബ്മേർജ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ വെള്ളത്തിനടിയിലായി പോയത്. അതുപോലെ തന്നെ ഈ കേരളത്തിൽ ഒരുപാട് ഡാം വന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്രൈബൽ പീപ്പിളിനെ മാറ്റി പാർട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രധാന ഇഷ്യൂ ആണ്. ഡിസ്ക്രിമിനേഷൻ, പലപ്പോഴും ഡിസ്ക്രിമിനേഷൻ വിധേയമാവാറുണ്ട് ട്രൈബൽ കമ്മ്യൂണിറ്റി. മറ്റൊന്ന് ലാൻഡ് അലീനിയേഷൻ, ആവശ്യത്തിനുള്ള ഭൂമി ലഭ്യത കുറവ്, അല്ലെങ്കിൽ ലാൻഡിൽ നിന്ന് അവർ അന്യം നിന്ന് പോകുന്ന അവസ്ഥ. മിക്കവാറും അവരുടെ കയ്യിലുള്ള ലാൻഡ് മറ്റ് ഔട്ട്സൈഡേഴ്സ് വലിയ കുറഞ്ഞ പൈസയ്ക്കൊക്കെ എന്ത് ചെയ്യാണ് കയ്യിൽ വാങ്ങിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രൈബൽസിൻ്റെ ഓൾറെഡി അവരെ ബാക്ക്വേർഡ് പൊസിഷൻ വീണ്ടും അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഹാംഫുള്ളായി ബാധിക്കുകയും അത് വീണ്ടും അവരെ എക്കണോമിക്കലി ഡിസ്ട്രസ്സിലേക്കും അവരെ സോഷ്യൽ എക്കണോമിക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലടക്കം പ്രശ്നങ്ങളിലേക്ക് സങ്കീർണമാകും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് മൊത്തം ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ നമ്മൾ 4 മൊഡ്യൂളിലും പല സബ് തീമിലൂടെ നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എനിക്ക് തോന്നുന്നു കുറേ ഐഡിയാസ് കിട്ടിയിട്ടുണ്ട് നമ്മളെ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള. അപ്പം ഈ ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.